யோ அந்த பாட்டு சும்மா என் மண்டைக்குள்ளேயே ஓட்டிருக்கியா. മക്കളെ ഇന്നിനി സിനിമാ വിശേഷങ്ങളൊന്നുമില്ല. സിനിമയെ വരുന്ന എന്നാൽ സിനിമകളിൽ മാത്രം കണ്ടുവരുന്ന ഒരു സീനാണ് ഇന്ന് തമിഴ്നാട്ടിൽ നമ്മൾ കണ്ടത്. 2024 തളപതി വിജയ് തന്റെ സിനിമാ ജീവിതം അവസാനിപ്പിച്ച് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാന്ന് പറഞ്ഞപ്പോൾ ഞാനും കരുതിയത് ഇയാൾ ഇതൊന്ന് മണ്ടത്തരാണ് കാണിക്കുന്നതാണ്. ചില സംവിധായകരുടെ എഴുത്തുകാരുടെ പേനയുടെ ബലം കൊണ്ട് നടന്മാരൊക്കെ രാഷ്ട്രീയ നേതാക്കളാകുന്നതിനോട് പണ്ടേ എനിക്കൊരു ഹോട്ട് ഫീലിംഗ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഗോട്ട് സിനിമയിൽ വിജയ് ശിവകാർത്തികേയന് തോക്ക് കൊടുക്കുന്ന സീനൊക്കെ കണ്ട് എനിക്കന്ന് കോമഡി ആയിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ 2025 സെപ്റ്റംബർ 27 കരൂരിൽ നടന്ന സ്റ്റാമ്പീഡ് ആ ഒരു സംഭവത്തോടെ വിജയ്ക്ക് കൊങ്ക ബെൽറ്റിൽ നിന്ന് വരേണ്ട വോട്ടൊക്കെ നഷ്ടമായി. ഇനി വിജയ് ഇല്ലാന്ന് എഴുതി തള്ളിയവരുടെ മുന്നിലേക്ക് അടുത്തൊരു മാനാടായിട്ട് വിജയ് വന്നു. സത്യം പറഞ്ഞ ആ ഒരു സംഭവമാണ് എന്നെ മാറ്റി ചിന്തിപ്പിക്കാൻ തുടങ്ങിയത്. ഇങ്ങനെ തിരിച്ചുവരവ് വന്നതിന് പുള്ളി ഇനി മുഖ്യമന്ത്രി ആയില്ലെങ്കിലും കുറച്ച് സീറ്റെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു എന്ന് ഞാനും മനസ്സിലാശിച്ചു. തമിഴ്നാട്ടിലെ മിക്ക പാർട്ടിക്കാരും സ്വന്തം വിജയത്തെക്കാൾ ആഗ്രഹിച്ചിരുന്ന അദ്ദേഹത്തിന്റെ പരാജയം കാണാൻ വേണ്ടിയായിരുന്നു. കാരണം സാധാരണ ഞായറാഴ്ച പോലും തമിഴ്നാട്ടിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ട്രാ സർവീസ് ഇടുന്ന തമിഴ്നാട് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഇലക്ഷന്റെ തലേദിവസം ഒരൊറ്റ സർവീസ് പോലും അധികമിട്ടില്ല. എന്തെങ്കിലും ജനങ്ങൾ കഷ്ടപ്പെട്ട് ലോറിയിലും മറ്റും കയറിയൊക്കെ പോയി വോട്ട് ചെയ്തു. എന്തിന് വലിയൊരു തുക ടിക്കറ്റ് കാശ് നൽകി ദൂരരാജ്യങ്ങളിൽ നടക്കാൻ ആൾക്കാർ വന്ന് വോട്ട് ചെയ്തു പോയി. തമിഴ്നാട്ടിൽ ഇതുവരെയും കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പോളിംഗ് ശതമാനം. ഇതെല്ലാം യാറാലേ ദ വൺ ആൻഡ് ഓൺലി തളപതി വിജയ്. സോ ഞാൻ വെയിറ്റ് ചെയ്യാണ് ജനനായകന്റെ ടൈറ്റിൽ കാർഡിൽ തളപതി വിജയ് എന്നതിന് പകരം മുതലമച്ചർ വിജയ് എന്ന് എഴുതി കാണിക്കുന്നതിന് വേണ്ടി.